വാ ചേച്ചി, അവിടെ താലി കെട്ടി കഴിഞ്ഞിട്ടില്ല. എന്റെ ശരീരമൊക്കെ വിറയ്ക്കും അമ്മോ. എനിക്കങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ല. ചേച്ചിയുടെ രാജകുമാരൻ ചേച്ചിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. വാ ഇങ്ങോട്ട് വാ. പ്രഭയങ്കലിനെ വിവരം അറിയിച്ചില്ലേ? ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഉടനെ എത്തും. ആര് വരുമെന്ന് കരുതിയാ സഞ്ജു ഇങ്ങനെ അനങ്ങാതിരിക്കുന്നേ? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക. പണിക്കരെ, എന്താ നിങ്ങളുടെ കൊച്ചുമോന്റെ മനസ്സിലിരിപ്പെന്ന് ചോദിക്കേ. ഞങ്ങളെ നാണം കെടുത്താനാണോ നിങ്ങളുടെ ഭാവം? മോനെ, മുഹൂർത്തം കഴിയാൻ പോവുക. താലി കെട്ടും മോനെ. അമ്മ വന്ന് അവളുടെ സങ്കടം പറഞ്ഞിട്ട് പോയതാ. സ്വാതി ഐസുവില്ല മോനെ, അവൾക്ക് വരാനാവില്ല. അവള് മാത്രമല്ല, ഞാനും ഐസിയൂല. സഞ്ജുവിനെ കൂടെ നിന്ന് പരിചരിക്കാനല്ലേ ഇവിടെ ഞാനുള്ളത്. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ നിങ്ങൾ ചടങ്ങ് നടത്തൂ. മുഹൂർത്തം കഴിഞ്ഞാലും സാരമില്ല. താലികെട്ട് നടക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല. സഞ്ജു എഴുന്നേക്കില്ല. എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്നെ അപമാനിക്കാനാണ് നിങ്ങളെയൊക്കെ ശ്രമമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നിനെയും ചന്ദ്രവർമ്മ ജീവനോടെ വച്ചേക്കത്തില്ല. ദക്ഷയല്ല, ചന്ദ്രവർമ്മയായി ഇനി ഇറങ്ങാൻ പോകുന്നത്. തുടങ്ങിയടുത്ത് നിന്ന് ഞാൻ ആരംഭിക്കണോ? കെട്ടടാ താരി. നീ ആരെയാടാ കാത്തിരിക്കുന്നേ? അവസാന ശ്വാസത്തിനായി പിടയുന്ന നിന്റെ മുറപ്പെണ്ണിനെയോ? നീ കേൾക്കാൻ പോകുന്നത് അവളുടെ മരണവാർത്തയാ. സ്വാതി വന്നേ. അമ്പു സ്വാതിയും കൊണ്ട് വന്നേ. നോക്കടാ, അമ്പു സ്വാധീനം കൊണ്ട് വരുന്നത് നോക്ക്. കണ്ണു തുറന്ന എല്ലാവരും കാണ്. മോളെ,
സ്വാതി, ലക്ഷ്മി, നീ വാക്ക് പാലിച്ചു. ഇപ്പൊ നീ എന്റെ ദൈവം. മതി. ശരി. അമ്മ എവിടെ? അമ്മ പോയി. അമ്മ എവിടെ പോയി? എന്റെ അമ്മ എവിടെ പോയതാ? അതെനിക്കറിയില്ല സ്വാതി. ഒരുപക്ഷെ കതിർമണ്ഡപത്തിലേക്കായിരിക്കും. അവിടെ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തേണ്ടി വന്നാൽ ജീവത്യാഗം ചെയ്യാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്. സഞ്ജു. കതിർമണ്ഡപത്തിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കി സഞ്ജു ചെയ്തിരിക്കും. ഒരു പെണ്ണിനെ ജീവന് തുല്യം സ്നേഹിച്ചതിനും അവളെ അല്ലാതെ മറ്റൊരാളെ തൻ്റെ ജീവിത പങ്കാളിയാക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തതിനുമുള്ള ശിക്ഷ. സ്വാതി അവിടെ എത്തിക്കാൻ കഴിയാതെ വന്ന സ്വാതിയും സഞ്ജുവുമായുള്ള വിവാഹം നടന്നില്ല എങ്കിൽ ലക്ഷ്മിയും പിന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. സ്വാതിയും സഞ്ജുവുമായുള്ള വിവാഹം ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ ലച്ചു ഇന്ന് ജീവിക്കുന്നത്. ആ ഉദ്ദേശം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഉറപ്പായിട്ടും ലക്ഷ്മിയും ഇവിടം വിട്ടു പോവും. സ്വാതിയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന ഈ കണ്ണുനീരിന് എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് എനിക്കറിയില്ല. അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സ്വാതിക്ക് വേണ്ടി തന്റെ ജീവൻ ഒഴിഞ്ഞുവെച്ച് ഏത് നിമിഷവും മരണത്തെ മുന്നിൽ കാണാൻ കഴിയുന്ന അപകടം പതിയിരിക്കുന്ന ശിവക്കാട്ടിലേക്ക് തന്റെ ചേച്ചിക്ക് വേണ്ടി കടന്നു ചെന്ന് ലച്ചുവിന്റെ വാക്കുകളെ സ്വാതി അവഗണിക്കില്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് മനസ്സുടക്കിയാൽ, മിഴി അല്പമൊന്ന് ചിമ്മിയാൽ അഗ്നി പടർന്ന് വെന്ത് വെണ്ണീറാവുന്ന ഉറപ്പുണ്ടായിട്ടും സ്വാതിക്ക് വേണ്ടി അഖണ്ഡജ്യോതി തലയിലേറ്റിയവളെ ലച്ചു. ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ സ്വാതിക്ക് എങ്ങനെ കഴിയുന്നു? പരോക്ഷമായിട്ടാണെങ്കിലും എത്ര വലിയ പാപത്തിനാ സ്വാതി മൗനാനുവാദം കൊടുത്തത്. എന്നാ മറ്റൊന്നുകൂടി കേട്ടോളൂ. സ്വാതിയും സഞ്ജുവും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ വീണ്ടും ലച്ചു അപകടം പതിയിരിക്കുന്ന ശിവക്കാട്ടിലേക്ക് കയറും. ഇപ്പോൾ വലിയൊരു ദുരന്തമാണ് സ്വാതി ക്ഷണിച്ചു വരുത്താൻ പോകുന്നത്. ഈ രണ്ട് മരണങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വാതിക്കൊരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. ഗോവിന്ദ്, ഞാൻ വരാം.
മുത്തശ്ശിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മൂരിതെങ്ങനെ സാധിച്ചു? എന്റെ കുട്ടിക്ക് നടക്കാൻ കഴിഞ്ഞല്ലോ. സ്വാതി, നിങ്ങൾ എന്തോ പറയാതെ പോന്നേ? ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ കാഞ്ചന. എങ്കിൽ ഞങ്ങൾ ഈ വിവാഹം ഉറപ്പിക്കുകയായിരുന്നോ? നിങ്ങൾ വിദേശത്ത് പോയിന്നാ ഞങ്ങൾ കരുതിയത്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. താലികെട്ടിന് മുൻപ് ഞാൻ എന്റെ ചേച്ചിയെ നടത്തിച്ച് കതിർമണ്ഡപത്തിൽ കൊണ്ടുവരുമെന്ന്. നീ ആ വെല്ലുവിളി ഏറ്റെടുത്തു. എനിക്കതിന് കഴിഞ്ഞ നീ ഒഴിഞ്ഞു പോകാന്ന്. ഇനി വാക്ക് പാലിക്കേണ്ടത് നീയാ. വാക്ക് പറയാൻ നീ ആരാടി? നീ എന്തെങ്കിലും വിളിച്ചു കൂവിന്ന് വെച്ച് ഞങ്ങൾ അത് അംഗീകരിച്ചു തരണോ? രണ്ട് കുടുംബങ്ങൾ ചേർന്ന് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം ഇത്. അല്ലാതെ ബാല്യക്കാരിയല്ല വാക്ക് പറഞ്ഞത്. പണിക്കരെ, എന്റെ മകൾ സഞ്ജനയുടെയും നിങ്ങളുടെ കൊച്ചുമകൻ സഞ്ജുവിന്റെയും വിവാഹം നിശ്ചയിക്കുമ്പോ ഇങ്ങനെ വല്ല ഉടമ്പടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ മംഗലശ്ശേരി ഗംഗാധര പണിക്കർ പറയണം. ഈ കല്യാണം ആലോചിക്കുമ്പോഴും ഉറപ്പിക്കുമ്പോഴും സഞ്ജുവിനൊരു മുറപ്പെണ്ണുള്ള കാര്യമൊന്നും ആരും ചർച്ച ചെയ്തില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാ മുറപ്പെണ്ണെന്നും പറഞ്ഞ് ഒരുത്തിയുടെ കയ്യും പിടിച്ച് മംഗലശ്ശേരിയിലെ ജോലിക്കാരി കേറി വന്നത്? ഗംഗാധര പണിക്കർ ഒന്ന് പറഞ്ഞേ. വേണ്ട മമ്മി, ഇനി ആരും ഒന്നും സംസാരിക്കണ്ട. ഇത് ഞാൻ ഏറ്റെടുത്ത വെല്ലുവിളിയാ. ഇനി സഞ്ജുവുമായുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. ഇനി ഇന്ന് മുഹൂർത്തമൊന്നുമില്ല. ഈ നിമിഷം താലികെട്ട് നടക്കണം. തടയാൻ വരുന്നവരാരായാലും ചുട്ടി ചാമ്പലാക്കും ഞാൻ. മേളം മുടങ്ങട്ടെ. നിർത്ത്. ഇനി ഇവിടെ മേളം മുഴങ്ങുന്നെങ്കിൽ അതെന്റെ ചേച്ചിയുടെയും ഇദ്ദേഹത്തിന്റെയും വിവാഹത്തിനായിരിക്കണം. നിർത്തടി. ഇനി ശബ്ദിച്ച കൊന്നുകളയുന്നില്ല ഞാൻ. ഇവളുടെ ദേഹത്ത് നിങ്ങളുടെ കൈ പതിഞ്ഞാൽ പിന്നെ ഈ കൈ നിങ്ങൾക്കുണ്ടാവില്ല. വെട്ടിയറിഞ്ഞ് കളയും ഞാൻ.
നിങ്ങളുടെ മുഖം അടച്ച് ഞാനൊന്ന് പൊട്ടിക്കാത്തത് നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാ. എന്റെ അച്ഛൻ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ അമ്മയുടെ സ്ഥാനത്ത് വരുമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാ. എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നിനെയും ചന്ദ്രവർമ്മ വെറുതെ വിടില്ല. ഒന്നും മിണ്ടാതിരിക്കണം വർമ്മ സാറേ. കുറച്ചു മുമ്പ് നിങ്ങൾ ഇത് തന്നെ പറയുന്നത് കേട്ടല്ലോ. സംസാരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അല്ല, ആരെയാ നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്നേ? എന്റെ കുടുംബത്തിൽ ഒരാളെങ്കിലും തീർത്തിട്ട് നിങ്ങൾക്ക് മുംബൈയിൽ പോയി രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടോ? ഏത് കോട്ട കൊത്തളത്തിൽ പോയി ഒളിച്ചാലും ചുമര് തുറന്ന് ഞാൻ വരും. പകരത്തിന് പകരം തീർത്ത് പിന്നെ ഞാൻ തിരിച്ചു വരും. പിന്നെന്തിനടാ നീ എന്റെ മോളെ കെട്ടാൻ തയ്യാറായത്? നിങ്ങളുടെ മകളെ കെട്ടാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകളെ കെട്ടിക്കൊള്ളാന്ന്. നിന്നോട് ഞാൻ ചോദിച്ചല്ലടാ. അപ്പൊ സമ്മതമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതിന് മറുപടി പറഞ്ഞത് ഞാനല്ല, നിങ്ങളുടെ വാലായി നടക്കുന്ന ആ ആളാ, നമ്പീശൻ. അപ്പോ ഇതൊരു ട്രാപ്പായിരുന്നല്ലേ? വർമ്മ സാറിന് അതിനെന്താ സംശയം? നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് ഒരു ട്രാപ്പിൽ തന്നെയാ. പക്ഷേ ഈ ട്രാപ്പ് നിങ്ങളുടെ ഭാര്യയും മകളും ചേർന്നുണ്ടാക്കിയതാ. ദേ, ഇവളെന്റെ മുറപ്പെണ്ണാണെന്ന് അറിയുന്നതിന് മുമ്പേ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയതാ. അതിന്റെ ഇടയിലേക്കാ നിങ്ങളുടെ ഈ മകള് കടന്നു വന്നത്. എന്റെ കുടുംബത്തോടുള്ള പകവച്ച് ആദ്യം ഈ സ്ത്രീ ഇവളെ കൊന്നുകളയാൻ നോക്കി. അതിന് കഴിയാതെ വന്നപ്പോ പിന്നെ ഇവളുടെ കാലുകൾ തളർത്തി. എന്റെ പാവം വീട്ടുകാരെ ശാപത്തിന്റെയും പകയുടെയും കണക്കുകൾ നിർത്തി മകളെ മംഗലശ്ശേരിയിലെ മരുമകളാക്കാൻ ശ്രമിച്ചു. അതിൽ നിങ്ങൾ പെട്ടുപോയി വർമ്മ സാറേ. ഇവരാഗ്രഹിച്ചത് മകൾക്കൊരു നല്ല ജീവിതമല്ല, പകരം അവർക്ക് മംഗലശ്ശേരിയിൽ മരുമകളായിട്ട് കയറിക്കൂടാൻ കഴിയാത്തതിന്റെ വാശി ഇവരുടെ ഈ മകളെ കൊണ്ട് തീർക്കായിരുന്നു. കഥയറിയാത്ത നിങ്ങളൊരു വിഡിയായി. എനിക്കറിയായിരുന്നു എന്റെ പെണ്ണ് താലി കെട്ടിന് മുമ്പ് ഈ മണ്ഡപത്തിലേക്ക് കയറി വരുമെന്ന്. ഒരിക്കൽ എന്റെ അച്ഛൻ നിങ്ങളെ ചതിച്ചൊന്നല്ലേ നിങ്ങൾ കരുതുന്നത്? ഇന്ന് അതേ അച്ഛന്റെ മകനിൽ നിന്നും നിങ്ങളുടെ മകൾക്കും അതേ അനുഭവം ഉണ്ടായി. ഇത് രണ്ടും ഞങ്ങളായിട്ട് നിങ്ങൾക്ക് തന്നതല്ല, നിങ്ങൾ കാലാകാലങ്ങളായി ഇരന്നു വാങ്ങിയതാ. പകയുടെ വിഷത്തിന് വീര്യം കൂട്ടി വാ. എന്തിനും തയ്യാറായി സഞ്ജി ഇവിടെ തന്നെ ഉണ്ടാവും. വാഴിക്കില്ലടാ നിന്നെ ഞാൻ. നീ കുറിച്ചു വെച്ചോ. ഓ, പ്രബേട്ട, നമ്മുടെ മുഹൂർത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ കല്യാണം നടക്കട്ടല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതി കാര്യമല്ല. ശ്രീകുട്ടിയെ സ്കാൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഗോവിന്ദ് വിവരങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കൺഗ്രാറ്റ്സ്, നീ ഒടുവിൽ ജയിച്ചല്ലോടെ കാമുക. ഞങ്ങളെ ജയിപ്പിച്ചതല്ലേടാ അമ്മു.